പ്രിയമുള്ളവർ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അതിസമർത്ഥരായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു പി സത്യനാരായണൻ. സത്യൻ വിജയത്തിന്റെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ദിവസമാണ്. സത്യൻ ഓർമ്മിക്കാൻ ഒരു കാരണവശാലും ആഗ്രഹിക്കാത്ത ആ ദിവസം. എന്റെ അമ്മയാണ് സത്യന്റെ കള്ളനല്ല മാഷേ. എന്താ മാഷേ ഇത്? ഒരു 7ാം ക്ലാസ്സുകാരന് സംഭവിച്ച ചെറിയ അബദ്ധമായി അവഗണിച്ച് കളയാമായിരുന്ന തെറ്റിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയത് അന്നത്തെ ഹെഡ് മാഷായിരുന്ന പൊതുവാൾ മാഷിന്റെ ഒറ്റ വാശിയായിരുന്നു. എന്നാൽ സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ശ്രീ സത്യനാരായണന് പൂനന്തുരത്തിന്റെ ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്റെ ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്തേ. ഇവന്റെ പേര് ശാന്തൻ. എന്നെ ഇവിടെ ഇങ്ങനെ ആദരിക്കാനുള്ള നിലയിലെത്തിച്ചത് ഇയാളുടെ കൈകളാണ്. മറക്കില്ല ഞാൻ ഇയാളെ. ഒരു 10 രൂപീസ് ഷെയർ ഇടാൻ തരുമോ? ഇല്ലേ? ഗോപിമാഷിന്റെ വാക്കുകൾ കേട്ടപ്പോ 1000 ഓർമ്മകളാണ് എന്റെ മനസ്സിലേക്ക് അലയടിച്ചെത്തിയത്. പൊതുവാൾ മാഷ് സമ്മാനിച്ച കണ്ണീരാണ് എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളുടെ മാറ്റുകൂട്ടിയതെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പെൻഷനായപ്പോ ഇവിടുന്ന് താമസം മാറിപ്പോയ പൊതുവാൾ മാഷിനെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ ഇതിന്റെ ഭാരവാഹികൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, നമ്മളുടെയൊക്കെ പൊതുവാൾ മാഷ് അല്ല, എന്റെ പൊതുവാൾ മാഷ് ഇവിടെ വന്നിരുന്നെങ്കിലെന്ന്. ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കള്ളക്കൊയിലിനെ ആരും ഫീനിക്സ് പക്ഷി എന്ന് വിളിക്കാറില്ല. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം എന്ന് പേരിട്ടത്? പക്ഷേ നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. താനൊക്കെ എപ്പോഴും ഈ നുണയം പറയുന്ന വിശ്വസിച്ച് നടക്കാല്ലേ? കഷ്ടം. പറയട്ടെ ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല, ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത്. എവിടെ നിന്നാണ് നീ MP എടുത്തത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഈ യൂണിവേഴ്സിറ്റി കോളേജ്. ഏത് യൂണിവേഴ്സിറ്റിയുടെ? അത് മഹാരാജാസ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയില്ലല്ലോ. ഈ ഞാൻ ഉദ്ദേശിച്ചത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അല്ലേ, അതാണ്. ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MBA പരീക്ഷയിൽ നിനക്ക് 1ാം റാങ്ക് കിട്ടി അല്ലേ? 1ാം റാങ്ക് മാറി ഇപ്പൊ 2ാം റാങ്ക് ആയോ? ഇതല്ല, ഇത് വി ഫോർ വിക്ടറി. അപ്പൊ ഇതാരാ? ഗാന്ധി യൂണിവേഴ്സിറ്റി MBA 1ാം റാങ്ക് K കൃഷ്ണകുമാറിനാ. ആണോ? ചിലപ്പോ 2 1ാം റാങ്ക് ഉണ്ടാവും. പൊട്ടിക്കും. നട്ടാൽ മുളക്കാൻ സൈസ് നുണയവൻ പറയുന്നത്. ഈ തുരുത്തിലേക്കുള്ള മുഴുവൻ പത്രത്തിന്റെയും ഒരു പേജ് സ്വന്തം ഫോട്ടോയും വാർത്തയും വെച്ച് ഇവൻ തന്നെ അച്ചടിപ്പിച്ചതാ. ഇവനൊരു MBA പരീക്ഷയെങ്കിൽ എഴുതിയും തെളിയിച്ച ഞാൻ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കിടക്കും. ഉന്നം തെറ്റി എന്താല്ലേ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വാല് മുറിഞ്ഞ് നാടുവിട്ട എന്നെ ഒരു MBA-കാരനായിട്ട് മരിക്കുന്നതിന് മുമ്പ് കാണണം എന്നുള്ള അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാനാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. നുണയുടെ മാലപ്പടക്കത്തിന് തീ പിടിക്കുമ്പോൾ 1 2 ഒക്കെ പൊട്ടാതെ ചീറ്റി പോയേക്കാം. പക്ഷെ അതിലെ വെടിമരുന്നുണ്ട്, ഒരിക്കലും വീര്യം കുറയില്ല. അന്നത്തെ ആ MBA നുണ പാളിപ്പോയെങ്കിലും MBA-കാർക്ക് സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലറാണ് ഞാനിപ്പോ. ഫ്യൂൺ, ആരാ വന്നേക്കുന്നത് നോക്കൂ. എവിടാ നിന്റെ ആശാൻ? അണ്ണാ സർട്ടിഫിക്കറ്റ് റെഡിയായാ? അണ്ണോയ്, വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ. ഇതെന്താണിത്, പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി?
ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ. അയ്യോ. ഇന്ന് കണിയേണ്ടവൻ എന്നും കാണണേ. അണ്ണാ ആ ഒരു 500 തരൂ. ഇന്നലെ അല്ലടാ നീ ഒരു 100 രൂപ ചോദിച്ചത്. എന്നിട്ട് തന്നില്ലല്ലോ. ചോദിക്കുമ്പോ തരാം. ഞാൻ എന്താ നോട്ട് അടിക്കണ മെഷീനാ? നീ ഒരു ചായ അടിച്ച് നല്ല വൃത്തിയിലടിക്കട്ടോ. തുപ്പിട്ട് തരും ഞാൻ. തുപ്പിട്ടല്ല, കപ്പിലിട്ട് തരാന്ന് പറഞ്ഞായിരുന്നു. ഹലോ. ആ സ്പീക്കിംഗ്. പ്രശാന്താ? ഏത് പ്രശാന്ത്? ആ അഞ്ജലിയുടെ ഫ്രണ്ടാ? ആ യാ, ഞാൻ ഓർക്കുന്നു. ടെൽ മീ. അയ്യോ വേണ്ട, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കാം. അല്ലല്ല, ഞാൻ 2 മണി വരെ ബിസിയാണ്. ഓക്കെ, ആ അതെ ആണോ? അല്ലല്ല, ഓക്കെ ശരി. എടാ എന്റെപ്പാ, ആ അഞ്ജലിയുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരണമെന്ന്, ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ. അണ്ണന് വേറെ പണിയൊന്നുമില്ല. കുറെ നാളല്ല വാണാല് പോലത്തെ പെണ്ണിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോവാൻ പറയണ. അഞ്ജലി അവളുടെ ഒടുക്കത്തൊരു ജാടേ. അണ്ണൻ വിചാരിച്ചതല്ല ബെസ്റ്റാം ക്ലാസ് പെമ്പിളേരെ കിട്ടും നാട്ടിൽ. എന്റെ പുറകെ തന്നെ എത്തണം. അത് കിട്ടും, പക്ഷെ അഞ്ജലി കിട്ടില്ലല്ലോ. അവൾ എന്റെയാടാ. എത്രയോ ജന്മങ്ങളായിട്ട് അവൾ എന്റേതായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ പിന്നെ ചെയ്തോട്. എടാ, കള്ള സർട്ടിഫിക്കറ്റും വ്യാജ സീലും ഉണ്ടാക്കാനല്ല അവർ വരണത്. പിന്നെ എന്തോ റെക്കമെൻഡേഷനാ. ഞാൻ ഇതിന്റെ മേളിലുള്ള ആ ഒമേഗ കൺസൾട്ടൻസിയുടെ മാനേജർ ഒന്ന് പറയുകയും ചെയ്തു. അത്രയുള്ള ചുമ്മാ ഫേസ് ചെയ്യണ. മൊട്ടണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ത്? അല്ല, മൊട്ടത്തിലെ മാനേജർ എണ്ണന്റെ കഷത്തിലല്ലേ ഇരിക്കണ? എന്ന് പൊക്കുന്ന്. പൊക്കല്ലേ? പിന്നെ എടാ, എന്താ എന്റെ പേര്? അല്ലടാ, അഞ്ജലിയോട് ഞാൻ പറഞ്ഞിരിക്കുന്ന പേരെന്താ? നരേന്ദ്രൻ എന്നാണോ നരൻ എന്നാണോ? ഒന്ന് വേഗം നോക്കണേ. അഞ്ജലി നരൻ. ആ ഓക്കെ, നീ ചായ കുടിച്ചു. അണ്ണൻ ചായ കുടിക്കണ്ടേ? ആ കുടിച്ചോടാ, മാസിലങ്ങോട്ട് പോകട്ടെ. വെറുതെ തുപ്പുണ്ടായിരുന്നു. ചേട്ടാ അവിടെ ചായ അല്ലേ? മാറുന്ന പ്രശ്നമില്ല. ഒരു 10 മിനിറ്റ് സീറ്റ് മാറില്ല. ഇല്ല. മനസ്സിലായി. എന്താ തനി കാണിക്കണേ? ഞാൻ 3-4 ദിവസം കഷ്ടപ്പെട്ട് ഡൽഹിക്കാക്കാൻ ഉണ്ടാക്കി വെച്ച റിപ്പോർട്ടായിരുന്നു. ഓക്കെ, എന്താ ഇതിന്റെ കളറ്? ചുമല. ഓ ചുമല്ല. കോട്ട് സൂട്ട് ഇട്ടിരുന്നിട്ട് ചുമല്ല. അപ്പൊ ഇതിന്റെ കളറോ? അത് വെള്ള. അപ്പൊ ഇതോ? നീല. നീല. ചുമല കണ്ട പച്ച, പച്ച കണ്ട നീല, ഓറഞ്ച് കണ്ട സബർജില്ലേ. സാറൊന്നും ഇങ്ങോട്ട് മാറും മൊട്ട സാർ? ഇല്ല. അപ്പൊ ഞാനെന്നാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്ത് സത്യം? അല്ല, സാറിന് പച്ച മഞ്ഞ നീലം തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. കളർ ബ്ലൈൻഡ്നെസ് ഉള്ള സാറിന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് വ്യാജമാണെന്നുള്ള സത്യം. അതുണ്ടാക്കി തന്നെ ഞാനാണെന്നുള്ള സത്യം. ചതി, വഞ്ചന, വ്യാജരേഖ, കോടതി, അതിന് പുറകെ കോമ്പൻസേഷൻ, ഇരുമ്പഴി, ഗോതമ്പുട്ട, അങ്ങനെ സത്യം പറ. നിനക്കെന്താ വേണ്ടത്? മനസ്സിലാവണ ഭാഷ പറ. സത്യ വായ മൂക്ക് പൊത്തി പിടിച്ചിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും സത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ശരി, എന്താ വേണ്ടത് നീ പറ. സാറിന്റെ ഈ കോട്ടും ടൈയും മാനേജറായിട്ട് കറങ്ങുന്ന നീ കസേര. ഓക്കെ. ഹലോ, നിന്റെ ആൾക്കാരാ? വരാൻ പറയൂ. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി. ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. Yes, come in. No more explanation. Don't ever come in front of me with such lame excuses. You understand? Please. You are supposed to finish this job before the deadline. If you are not succeeding in it, you will not enter the premises of this office. Did you get me? Hey man, did you get me? Yes sir. Hey yes sir. What sir? You bullshit. Your grandpa's manga to go to hell. I am the boss of this office. What are you doing, man? You get lost. Oh God, this man is making me crazy, you know. Oh sorry guys, വീട്ടിലെ കറവക്കാരന്റെ മോന് ജോലി കൊടുത്തതാണ്. എന്ത് ചെയ്യാൻ? Now he's making me mad, guys. Oh my God. Sorry. Then tell me, what can I do for you? എന്താ സർ കോട്ടുണ്ടായി ഒരു കോറിഡോറിൽ നിൽക്കുന്നത്? അകത്ത് ഭയങ്കര ചൂട്. പിന്നെ സുനിതയ്ക്ക് ഓറഞ്ച് ചുരിദാർ നന്നായിട്ട് ചേരുന്നു. സത്യം. എടാ എന്റെപ്പാ, ഇതെന്താ? ഇത് തന്നെയാണോ ഏത് സമയത്തും? ടൈം പാസ്. എടാ ഇത് നോക്കിയേ. ഇതിനകത്തെ വലിയ വലിയ പുളികണ്ടന്മാരുടെ ഫോട്ടോസാ. അയ്യേ, ഇതാണ് ഞാൻ വിചാരിച്ച മറ്റേ പുസ്തകം. ഏത് നേരത്താടാ നിന്നേക്കാ? എന്താണ്? എടാ പാവപ്പെട്ടവരുടെടാ വർഷാവർഷം 10-20,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പടാണ്. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, പിന്നെ സെൽഫി എടുക്കുന്നത്, അങ്ങനെ കുറെ ഫോട്ടോസ് മാച്ച് ചെയ്യും. കണ്ട ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത പോലെ തോന്നുന്നു. ഒരു മിനിറ്റ് ഇപ്പൊ എടാ ഒന്നും വന്നടാ. ഈ ബോൾ ഒന്ന് പിടിച്ചാ. സോറി, ബാറ്റ് ഒന്ന് പിടിച്ചു. ആഹാ, ഇതിൽ ഇങ്ങനെ ഇരിക്കല്ലേ? ഇതാണ് നിങ്ങൾ പറഞ്ഞ ബാനർജി അസോസിയേറ്റ്സിന്റെ MD സുനിൽ ബാനർജി. ഹീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ബട്ട് ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓ മൈ ഗോഡ്, ഇത്
ആരുടെ ശാശാണത്? യാ, ഇത് പറയൂ, ആരാ ഇത്? ആനന്ദ് വർമ്മ. ആനന്ദ് വർമ്മ. യു നോ ഹിം? ആരത്? ശരിക്കും ശരിക്കും ഒന്ന് പറഞ്ഞേ. അറിയോ? ഫാഷൻ ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആർക്കാണ് ആനന്ദ് വർമ്മ അറിയാത്തത്? You said it, Angel. Exactly. ഫാഷൻ വേൾഡിന്റെ കിങ്ങും ക്വീനും അല്ലേ വർമ്മ സാറും വൈഫ് ദേവിക വർമ്മയും? Oh my God, you know everything about him. King and Queen. Exactly. നേരിട്ടറിയോ? നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. Oh God. ഒരിക്കലും ഇവള് വർമ്മ ഡിസൈൻസ് കണ്ടക്ട് ചെയ്ത റാം സെലക്ഷന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയതാ. Really? അൺഫോർച്ചുനേറ്റ്ലി ഷി ഡിഡ്ന്റ് ഡു വെൽ. അതോടെ ഇവളുടെ കോൺഫിഡൻസ് ഒക്കെ പോയി. അങ്ങനെയാണ് ഇവള് മോഡലിംഗ് ഒക്കെ വിട്ട് IT ഫീൽഡിലേക്ക് മാറിയത്. ഓ മനോഹർ. അഞ്ജു 5 മിനിറ്റ്. Hey man, are you alive? Yeah. ഓഹ്, എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ, ഉച്ചക്ക് ചോറിനെന്തടാ? ചാളക്കറി? No way. It's impossible. Do what I say, man. Okay, see you soon. Bye. Nice. Yeah. ഇതൊക്കെ സെലിബ്രിറ്റീസിന്റെ കൂടെ എടുത്ത ഫോട്ടോസ് ആണോ? ഓ, അതൊക്കെ കണ്ടുവല്ലേ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോ അയ്യോ ഞാൻ ഫോട്ടോ എടുക്കില്ലാത്ത പറഞ്ഞ് മാറിയുന്ന they feel insult അല്ലേ? That's why I took some photos. ഇതും അങ്ങനെ എടുത്തതാണോ? Yes. Yeah. Oh my goodness. Oh my God. Madam Tussauds Wax Museum, London. കേട്ടിട്ടില്ലേ? ആക്ച്വലി ഇത് ഗാന്ധിജിയുടെ മെഴുക് പ്രതിമയാണ്. ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോ അവര് നിർബന്ധിച്ചെടുപ്പിച്ചാണ്. എന്നാലും ഒരു തെറ്റിദ്ധരിച്ചു. Leave it. നമുക്ക് പ്രശാന്തന്റെ മാറ്ററിലേക്ക് വരാം. പ്രശാന്തിന് നാളെയല്ലേ ഇന്റർവ്യൂ? അതെ. ഓക്കെ, നാളെ ഇന്റർവ്യൂവിന് പോകുമ്പോ ദാ ഇവിടെ ഒരു കറുത്ത ബാഡ്ജ് ധരിച്ചേക്കണം. അപ്പൊ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾ ചോദിക്കും ഇതെന്തിനാ ധരിച്ചേന്ന്. അപ്പൊ പ്രശാന്ത് പറയണം എന്റെ ക്ലോസ് ഫ്രണ്ടായ സത്യൻ മരിച്ചുപോയെന്ന്. ഓക്കെ, പേടിക്കണ്ട, അതൊരു കോഡാണ്. നമ്മുടെ ആളായിരിക്കും ചോദിക്കുക. ഞാൻ അയാളായിട്ടാണ് ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്. 100%. ഉറപ്പ് ഞാൻ പറയുന്നില്ല, എങ്കിലും യുവർ ചാൻസ് വിൽ ബി വെരി ഹൈ. താങ്ക്സ്. യെസ്, ഇറ്റ്സ് ഓക്കെ. ഒരു താങ്ക്സ് ഇവിടുന്ന് പറഞ്ഞില്ല. താങ്ക് യു. യു ആർ ഓൾവേസ് വെൽക്കം. എന്നാലും ഗാന്ധിജിനെ തെറ്റിദ്ധരിച്ചു അല്ലേ? സോറി അണ്ണാ, ഒരു അത്യാവശ്യം വന്നുകൊണ്ടാണ് എന്റെ പോക്കറ്റ് ഞാൻ 500 അടിച്ചു പറ്റിയത്. അതല്ലടാ പോർക്കെ, പിന്നെ ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണല്ലേ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ എടുത്ത് അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? സോറി, ഞാൻ അളിയെന്നാ ഉദ്ദേശിച്ചത്. അളിയൻ. അത് മാത്രമല്ല, ഏതൊരു താടി പിശാച് വർമ്മയെ കുർമ്മ എന്താ ഡിസൈൻ ആരുടെ അതെന്താ ബുക്കിലുണ്ടായിരുന്നാണ്. വിട്ടുകളിയാണ് നിന്നെ. എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് സോറി അണ്ണാ. നിന്റെ മറ്റു വർക്കുകളൊക്കെ ഗംഭീരായിരുന്നു. ആ മറ്റേ പോപ്പിന്റെ കൂടെയുള്ള സെൽഫിയിലെ പോത്തെ അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ? ഇനി ഞാൻ അണ്ണനെ ഒരു ഹെൽപ്പ് ചെയ്യൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ. വെൽ ഫ്രണ്ട്സ്, ചെറിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. മാരേജ് അസോസിയേറ്റ്സ് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ആഘോഷം മാത്രം പോരാ, അടിച്ചു പൊളിക്കണം. എല്ലാവർക്കും ഒരു ഐസ്ക്രീം പോരട്ടെ. നിക്ക് അടിക്കലും പൊളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം നരനെ വിളിച്ചൊരു താങ്ക്സ് പറയും. എന്തിന്? ഈ ജോലി അയാളുടെ റെക്കമെൻഡേഷൻ കിട്ടിയെന്ന് എന്താ ഉറപ്പ്? എടി നന്ദിയോട് പറയാതെ. നരൻ പറഞ്ഞ പോലെ ബാഡ്ജിന്റെ കാര്യം വരെ അവർ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അതെ, നീ എന്തായാലും പുള്ളിനെ ഒന്ന് വിളിക്ക്. നടക്കാൻ പോകുന്ന സീൻ എന്താന്ന് ഞാൻ പറയാം. ഫോർമാലിറ്റിക്ക് വേണ്ടി പ്രശാന്തിനോട് 2 ഡയലോഗ് അടിക്കും. അത് കഴിഞ്ഞ് നേരെ എന്നെ ചോദിക്കും. ഇനിയിപ്പോ എന്നോട് കൊഞ്ചിക്കൊഴാനുള്ള ലൈസൻസ് ആയല്ലോ, ഒടുക്കാതു. ഐ ലവ് യു. ഹലോ അഞ്ജലി. പ്രശാന്തിന് കൊടുക്കാം.
ഹലോ നരേൻ. സോറി പ്രശാന്ത്, ബ്ലൂടൂത്ത് ഹാങ് ആയതാണ്. I can't thank you enough. You're a real lifesaver. Thank you so much. പ്രശാന്ത് ശരിക്കും ഡിസേർവിംഗ് ആണ്. അല്ലാത്ത ഒരാളെ ഞാനവിടെ റെക്കമെൻഡ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. Thank you sir. Thank you so much. ഞാൻ അഞ്ജലിക്ക് കൊടുക്കട്ടെ? വേണ്ട 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 വേണ്ട, ഇപ്പൊ വേണ്ട. ചമ്മി. അതെ, ഞാൻ കുറച്ച് തിരക്കിലാണ്. അച്ഛനോട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറയൂ. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ലെറ്റ് മീ ചെക്ക് മൈ അപ്പോയിന്റ്മെന്റ്സ്. ഓക്കേ ഓക്കെ, താങ്ക് യു സർ. ദാറ്റ്സ് മൈ പ്ലഷർ. ഹോസ്പിറ്റലിൽ പോണോ? എന്തിനി? അല്ല, പ്രഷർ എന്ന് പറഞ്ഞു. പ്രഷർ അല്ലടാ, പ്ലഷർ, സന്തോഷം. സി അഞ്ജലി, ഈ നരൻ നീ പറയുന്നത്ര മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് തോന്നല്ല കേട്ടോ. ഇത്രയൊക്കെ കട്ടിങ്സ് പാടില്ലെന്ന അഞ്ജലി ചേച്ചി ഫോണിൽ കൂടി ഒരു ഇത്തിരി പഞ്ചാരങ്ങൾ ഓടിക്കാറില്ലേ? എടാ, പെണ്ണാണ് വർഗം. ഇത്തരം സന്ദർഭങ്ങളിൽ 90% പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കത്തുള്ളൂ. അറിയോ? നീ കുടിച്ചോടാ. താങ്ക് യു അണ്ണാ. വെക്കടാ അവിടെ. ഇതെനിക്ക് കുടിക്കാം. നീ ഇതിനകത്ത് തുപ്പിയിട്ടിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പായി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. അന്നാ അതിൽ നിന്നൊരു 100 എടാ, എന്റെ ഈ പാലമുള നീ കുടിച്ചോടാ. എനിക്ക് വേണ്ട, തുപ്പണ ഞാൻ കണ്ട്. എന്ന് കസ്റ്റമേഴ്സിന് തങ്ങല്ലേ. ആ ചക്കര ജോലിക്കേറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ചക്ക വീണു മോയില് ചത്തു. മനസ്സിലായില്ല? എടാ, ചുമ്മാ പരീക്ഷ മാത്രം എഴുതിയാ മതി, ഡിഗ്രി പാസ്സാക്കി തരാമെന്നും പറഞ്ഞ് നമ്മൾ പലരോടും കാശ് വാങ്ങുന്നില്ലേ? എങ്ങനെയാ പാസ്സാക്കുന്നത്? ഒന്നും ചെയ്തില്ലെങ്കിലും പകുതി പേരെങ്കിലും തന്നെ ജയിച്ചോളൂ. തോക്കുന്നവന്റെ ഒക്കെ കാശ് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പേരുദോഷവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. അല്ല, അപ്പൊ ഈ കറുത്ത ബാഡ്ജിന്റെ കേസ് പറഞ്ഞില്ല, അതെന്തായിരുന്നു? കറുത്ത ഒരു ബാഡ്ജും കുത്തി നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കാൻ എന്താ സംഗതി. ഒരാള് മരിച്ചു എന്ന് കേൾക്കുമ്പോ മനുഷ്യപ്പറ്റുള്ളവര് അയാളുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവര് എന്റെ ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ നിനക്ക് വിരോധമൊന്നുമില്ല. ചേടാ, എന്നാ പിന്നെ ഞാനും ചത്തെന്ന് പറയായിരുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നോടല്ല. ഗുഡ് നൈറ്റ് ഏഞ്ചൽ. ഗുഡ് നൈറ്റ്. കിട്ടിയൊന്നും പോരാ. ആർക്ക്? എലിപ്പനി, നിന്റെ അപ്പൂപ്പന്. എടാ ടെലിപ്പതിടാ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞത് അവളുടെ ഗുഡ് നൈറ്റ്. കണ്ടോടാ ചിത്ര സന്ദേശം. അണ്ണത് കുരിശാണ്ടാ. അണ്ണന് കിട്ടിയൊന്നും പോരെ. അണ്ണാ കഷ്ടകാലക്ക് സമയമേ കോണക വാൽബി പാമ്പ് ഹോത്താ ഹേ. നിർത്തണ പാമ്പാട്ടി. നിന്റെ ആ വിരലെടുത്തിട്ട് മൂട്ടി തിരിക്കട്ടെ. അപ്പുറത്തെ കാര്യം പോയിരിക്കടാ. പോണേല്ലേ പൊന്നോ. ഒരു ഫോട്ടോ വന്നപ്പോ കളർ പറയണ്ട. ഓന്താ അഞ്ജലി, ഐ ലവ് യു. എന്റെ ആദിത്തുമ്മ, നിന്റെ മനോഹരമായ വലത്തെ കണ്ണിൽ. ഇതാരാണ് ഉമ്മ വെക്കണം നോക്കിക്കണത്? ഇവ അതൂരിനെ ഇവിടെ കണ്ടല്ല. പൊതുവാൾ മാഷ. അപ്പോ അഞ്ജലി. അയ്യോ അയ്യോ അതെടാ, ഭ്രാന്തായിടാ. കണ്ണും തുറന്ന് നോക്കടാ. മുതുക്കന്റെ മുഖത്താണ് ഇത്രത്തിന് മുമ്പ് ചെളിച്ചത്. സോറി, ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. യു കണ്ടിന്യൂ. എടാ എന്റെ പാ, ഇപ്പൊ ഞാൻ എന്ത് സഹിക്കും? എന്റെ കൂടെ ദൈവം എനിക്കിപ്പോ മനസ്സിലായി. ദൈവത്തിന്റെ ഫോട്ടോ ഏതാണ് കണ്ണട വെച്ച ദൈവം? എടാ പൊട്ടകടാപ്പാ, ഈ കണ്ണട വെച്ച കാലടാ പൊതുവാൾ മാഷ്. ആ പൊതുവാൾ മാഷിന്റെ ബോളടാ എന്റെ അഞ്ജലി. ഇയാള് കോടീശ്വരനാണോ? അല്ല, സാധാരണ കെട്ടാമോണ പെണ്ണിന്റെ ഒപ്പം കോടീശ്വരനാകുമ്പോഴാണ് എല്ലാവരും കിടന്ന് തുളിച്ചത്. കോടീശ്വരനാ ഇയാള്? തൊലിയാർ മണിയൻ, തുക്കണാച്ചി, ഓന്തുളുക്കി, ഒടകൊല്ലി എന്റെ ജീവിതം നശിപ്പിച്ചവൻ. എടക്കടാപ്പാ, അടുത്തിടെ പരിചയപ്പെട്ട ഒരാളോട് തോന്നുന്ന ഇഷ്ടമല്ല എനിക്ക് അഞ്ജലിയോട് തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ കളിയാക്കിയില്ലടാ. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നടാ. ഇന്നോ ഇന്നലെയും നല്ലടാ ഞാൻ അവളെ പരിചയപ്പെട്ടത്. എന്റെ അഞ്ജലി ഒന്ന് പറയണ്ട. പിന്നെ എപ്പോഴാ പരിചയപ്പെട്ടത്? ഒരു മിനിറ്റ്, ഒന്ന് ശ്വാസം വിട്ടോട്ടെട്ടാ. അണ്ണാ, ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കുറച്ച് ബോറടിയാണ്. എന്നാലും ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എല്ലാം തുടങ്ങുന്നത് കൂനന്തുരുത്തിൽ വെച്ചിട്ടാ. കൂനന്തുരുത്ത് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമം അല്ലേ? അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് ഏത് ഫ്ലാഷ് ബാക്കിലാണ് നളഞ്ഞു പൊളിഞ്ഞ ഗ്രാമമുള്ളത്? എല്ലാ അതിമനോഹരമായിരിക്കൂലേ? പക്ഷെ കൂനന്തുരുത്ത് സത്യത്തിൽ കാണാൻ രസമുള്ള സ്ഥലമാണ്. ഞാൻ പഠിച്ച കൂനന്തുരുത്ത് UP സ്കൂൾ, ആ സ്കൂളിലെ
പ്യൂണായിരുന്നു എൻ്റെ അച്ഛൻ. അണ്ണാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അണ്ണ ശരിക്കും ഈ പള്ളിക്കൂടത്തിലൊക്കെ പഠിച്ചാണോ? അവിടുത്തെ ഏറ്റവും വലിയ പഠിപ്പിസ്റ്റായിരുന്നു. ഒന്ന് പോകണ്ട അവിടെ. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗാണ്. LKG പഠിക്കുമ്പോൾ 1ാം റാങ്കായിരുന്നു, 10ാം ക്ലാസ് പഠിക്കും മറ്റേ കരപ്പ വന്നിട്ടാണ് തോറ്റുപോയെന്ന്. അണ്ണാ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസം കേട്ടോ. രസമല്ല, സാമ്പാർ. ഇനി പറയാനുള്ള ഞാൻ അയ്യേ അണ്ണൻ തോറി ഒരു പിള്ളേരെ പോലെ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇല്ല ഉണ്ടാക്കൂല. പറഞ്ഞു നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ചുമ്മാതല്ലടാ. ഞാനെന്നാ സ്കൂളിലെ ലീഡറുമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റം കിട്ടി പുതിയ ഹെഡ് മാഷായിട്ട് പൊതുവാൾ മാഷ് വന്നത്. അങ്ങേര് ഡോറ് തുറന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു കഴുകനാടാ ഓർമ്മ വന്നത്. അങ്ങേരുടെ തൊട്ടു പുറകെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. തുമ്പിക്കെ പിടിച്ചിറങ്ങി വരണ അയാളെന്താ ആനയായിട്ടാണ് വന്നത്? തുമ്പിക്കൈ അല്ലടാ, പിന്നെ ഒരു തുമ്പി കൈ പിടിച്ചിറങ്ങി വന്നു. അമ്മയുടെ കൈയും പിടിച്ച് പൂത്തുമ്പിയെ പോലെ ഒരു പെൺകുട്ടി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി. അന്ന് അവളെ കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം, 3 കാര്യം പിടികിട്ടി. 1, അവൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. 2, നമുക്കെല്ലാ ഇന്ത്യക്കാരെ സഹോദരന്മാരായിട്ട് കാണാൻ പറ്റും. 3, ആ പൊതുവാൾ മാഷ് എന്റെ അന്തകനായിരിക്കും. ഉഗാണ്ടയിൽ ഈദിയമേം ഭരിച്ച പോലെയായിരുന്നു സ്കൂളിൽ പൊതുവാൾ മാഷിന്റെ ഭരണം. ഈ ഇഡി ഹമീദ് മിനിസ്റ്റർ പദ്യം പഠിച്ച മാഷെ മറന്നുപോയത്. മലന്നുപോയോ? മറവിക്കുള്ള മരുന്ന്. നെക്സ്റ്റ് ഓക്കെ പിടിക്കടാ. കമലദളനെ എന്നോട് വിജയനത ചൊല്ലി ഞാൻ കാരുണ്യവാരിതേ ശ്രീപദേ വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്ത് നിർത്തണം ഈ സ്യന്തനം. വല്ല സ്മാർട്ടാവല്ലേ? ഓടാ ഓടാ. വിനോദ് AG, ചന്ദ്രിക. മതി മാഷ് തല്ലിയത്. അവർക്ക് 48 മാർക്കില്ല. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അവളുടെ അമ്മയുടെ 48, ആ പ്യൂണിന്റെ മകന്റെ മാർക്ക് എത്രയെന്ന് അറിയോ? 50-ൽ 50. കാണിച്ചു കൊടുക്കാം. അയ്യോ മാഷേ, ഇനി അഞ്ജലിക്ക് ഒരിക്കലും എന്നേക്കാൾ മാർക്ക് കുറഞ്ഞതിന്റെ പേര് അടി കിട്ടില്ല കേട്ടോ. അതെന്താ? അതൊക്കെ ഉണ്ട്. ഏകനായിരുന്നു എന്ന് ഞാൻ. സൈലൻസ്. എന്താ സത്യ, ഇത്തവണ 2ാം സ്ഥാനത്തായി പോയല്ലോ. ആദ്യം ശരിയുത്തരം എഴുതി, അത് വെട്ടി, പിന്നെ തെറ്റുത്തരം എഴുതി വെച്ചിരിക്കുന്നു. കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണ്ടടാ. ആ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് അവക്ക് മുടിഞ്ഞൊരു അക്കടി വിട്ടു. എന്താ? കണക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി ഉത്തരങ്ങൾ ഒത്തു നോക്കിയപ്പോഴാ ആ അക്കടി മനസ്സിലായത്. A+B² = A+2AB + B². അത് കിട്ടിയില്ലേ? ഈ 2 ദിവസം കിട്ടിയോ 25 മീറ്ററിന്റെ? ഈ 9ഉം 10ഉം ഇത് എന്താ? എന്തിനാ അഞ്ജലി കഴിയുന്നേ? ഇതിന്റെ ഉത്തരവൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ചോദ്യ പേപ്പറിന്റെ ഈ വശം ഞാൻ കണ്ടില്ലായിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി? ആരായിരുന്നത്? ഏത്? അല്ല എന്താ മോളെ ചോദിച്ചാള്? പൊതുവാളുടെ ഗുണ്ടയാ? നിന്റെ ശ്രദ്ധ
അതെന്താ വേറെ ആൾക്കാരാണോ? സബ്ജക്റ്റ് ശ്രദ്ധിക്കണോ? ഇതെന്താണ് ഒരു സംശയം ചോദിച്ചാലേ അത് എന്നിട്ട് എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? അത് പറ. പേപ്പർ കിട്ടുമ്പോ അച്ഛനെ കൊല്ലും. ആളുകൾ നോക്കുന്നു. കരയല്ലേ, വഴി ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞ്. ഇത്രയും കാലം ഞാൻ പറഞ്ഞതൊക്കെ നടന്നില്ലേ, ഇതും നടക്കും. എങ്ങനെ? ആരാ? തുറക്കടാ. വാതിൽ തുറക്കടാ. തുറക്ക്. എന്താണ് അവിടെ കാര്യം? ഇവിടെ വാടാ. മറിക്കാം. എന്തിനാണ് സത്യ രാത്രിയിൽ നീ ഓഫീസിൽ വന്ന് കയറിയത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ രാത്രി ഓഫീസിൽ വന്ന് കയറിയെന്ന്? എന്തിന്? മോഷ്ടിക്കാൻ. സ്കൂൾ ഫീസ് സ്കോളർഷിപ്പുമായി ചില്ലാനം അലമാരിയിൽ വെച്ചിരുന്നു. കൃത്യമായിട്ട് അലമാര തന്നെ തോന്നുന്നു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്? എന്റെ അമ്മയാണ് സത്യം, ഞാൻ കള്ളനല്ല മാഷേ. അലമാരിയിൽ കാശിരിക്കുന്ന വിവരം രണ്ട് വ്യക്തികൾക്ക് അറിയുള്ളൂ. തന്റെ അറിവില്ലാതെ അലമാരിയുടെ താക്കോൽ എങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എനിക്കുണ്ട്. ഞങ്ങളുമൊക്കെ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? മനസ്സിലായി? ദൈവദോഷം പറയരുത്. പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം, കാണിക്കുന്നതിൽ കുഴപ്പമില്ല. ഉന്നാര മോനെ വിളിച്ചോണ്ട് പോണോ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ? മേലാലി കോമ്പൗണ്ടിൽ കയറി പോലും പോണോ? നോക്കി എന്നിട്ടെന്തായി? എന്നിട്ടെന്താവാൻ, അച്ഛന്റെ പണി പാപ്പനും കൂടായി. എന്റെ ജീവിതം പൊതുവാൾ നക്കി. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അയാൾ ചുവന്ന വരയിട്ടതുകൊണ്ട് എന്റെ പഠിത്തം കൊല്ലം കൂട്ടുപോയി. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഇതാണ്. സിനിമയിലും ഇങ്ങനെ തന്നെയാണ്. നായകൻ നായകടുത്ത് വാതുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അണ്ണനെന്ന് അഞ്ചരി ചേച്ചിയുടെ നടന്നാലും തുറന്നു പറയായിരുന്നില്ലേ? അണ്ണന്റെ പല പഴം തിരികെ വെച്ചേടാ പോത്തെ. നാണക്കേട് കൊണ്ട് നാട് വിടണോ അതോ വിഷം കുടിച്ച് തൂങ്ങിച്ചാവണോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് അവളടുത്ത് കഥ പറയാൻ ചെല്ലണത്. പറയുമ്പോ തന്നെ അത് അവൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യും. എന്റെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല, പിന്നെയാണ് അവള്. അല്ലണ്ണ, അപ്പൊ നിങ്ങളുടെ ഈ കല്യാണം നടത്താൻ ഈ പൊതുവാള് മനുഷ്യ സമ്മതിക്കൂ? പറഞ്ഞോട്ടല്ലോ, പൊതുവാളിനെ ഞാൻ തട്ടും. എന്നിട്ട് അയാളുടെ സുന്ദരി പെണ്ണെ ഞാൻ കെട്ടും. എന്തായാലും നരനൊന്നും പറയുന്നില്ല. എങ്കിൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ? തന്നോളൂ. നരനെ പരിചയപ്പെടാൻ എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. വരട്ടെ, അച്ഛന്മാരെല്ലാം വരട്ടെ. അച്ഛനെ കൂട്ടി ഒരുമിച്ച് വരാനാ ഞാൻ പത്രസമയം പറഞ്ഞത്. അച്ഛന് ബാങ്കിൽ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ എവിടെ? ഇവിടെ ഉണ്ട്. നരൻ എന്തൊരു ടെൻഷൻ പോലെ. എനിക്കോ? അല്ല, ഈ ടെൻഷൻ എന്ന് വെച്ചാല് അഞ്ജലിയുടെ അച്ഛൻ പെട്ടെന്ന് വരുന്ന സമയത്ത് അച്ഛൻ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അല്ലല്ല, ഐ മീൻ അച്ഛനെ കണ്ട അല്ല ഞാൻ എങ്ങനെ ഇരിക്കും? എഴുന്നേക്കണോ, ബഹുമാനിക്കണോ? അങ്ങനെ ഒരു ടെൻഷൻ വരുമ്പോൾ ഒരു റിലീഫ് ഉണ്ടല്ലോ, അതാണ് ഒരു വിജാഗിരി. സോറി, വിനാഗിരി. എനിക്ക് ഇതുപോലുള്ള അവസ്ഥയിലൊക്കെ ഞാൻ ഈ വിനാഗിരിയൊക്കെ എടുത്ത് കുടിക്കും. ഹാബിറ്റ് അതാ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് അച്ഛന് സർപ്രൈസ് കൊടുത്താലോ? അഞ്ജലി ഒന്ന് പെട്ടെന്ന് മാറി തരുമോ? ഒരു 5 മിനിറ്റ്. എന്നെ ഫസ്റ്റ് ടൈം കാണുമ്പോ ഒരിക്കലും മാർക്കാത്തൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കാം. പ്ലീസ് അഞ്ജലി ഒന്ന് മാറി പ്ലീസ്. ഐ വിൽ മാനേജ്. പ്ലീസ് ബിലീവ് മീ. വാഷ്റൂം വരെ പോയിട്ട് പ്ലീസ്. ദൈവം
അവൻ കൂടെ ഉണ്ട്. എന്തെങ്കിലും പറ്റിയോ സാർ? ഇങ്ങനെ അടിച്ച് വേണം വല്ലതും പറ്റാതിരിക്കോ? അല്പം കോമൺ സെൻസ് വേണം. ഇത്ര കെയർലെസ് ആയിട്ടാണോ ട്രോളിംഗ് നടക്കുന്നത്? എന്റെ കണ്ണട അവിടെ. ഈ കണ്ണട ഇല്ലാണ്ട് എന്നെ എങ്ങനെ കാണൂടും? അയ്യോടാ ചത്തുപോയി. അയ്യോ എന്ത് പറ്റി? നിങ്ങൾ വിട്. എന്റെ കണ്ണട അവിടെ. കണ്ണട വെച്ചോളൂ. എന്താ ഇത്? നേരത്തെ കണ്ണടയായിരുന്നു, വീണതിന് ശേഷം തവള വണ്ടിയേറിയവല്ലേ, ഗ്ലാസ് ഒക്കെ പൊട്ടി. അയ്യോ നിങ്ങളൊക്കെ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷെ എന്തൊരു കെയർലെസ് ആണ് ഇവിടുത്തെ ആളുകൾ അല്ലേ? അച്ഛനോടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഞാനോ? അല്ലല്ല, അച്ഛനെ ഇവിടുത്തെ ട്രോളി തല്ലി താഴെയിട്ടു. ഭാഗ്യത്തിന് കണ്ണട മാത്രമേ പൊട്ടിയുള്ളൂ. അയ്യോ അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? ആ സ്പെയർ ഗ്ലാസ് കാറിൽ പോയിട്ടോണ്ട് വാ. അച്ഛൻ ഇത് നരൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ ഹായ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയിട്ട് വരും. സാറിന് പഴയ പോലെ കണ്ണട ഇല്ലാണ്ട് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? പണ്ടത്തെ കാര്യം തനിക്കെങ്ങനെ അറിയാം? അല്ല അഞ്ജലി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസും യേശുദാസിന്റെ വോയിസും ഒരുപോലെയാണെന്ന്. അതല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആരുടെയോ ശബ്ദം പോലെ. എന്നെ കൊണ്ടേ പോവുള്ളൂ. ഹലോ അച്ഛാ ഒരു മിനിറ്റ്, ഒരു കോളാണേ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഔട്ട് ഗോയിങ് കോളാണേ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഫോൺ കണ്ടോ? പോയിട്ട് വരാവേ. അഞ്ജലി, എനിക്ക് വളരെ അത്യാവശ്യമായിട്ടൊന്ന് ഓഫീസ് വരെ പോകണം. അയ്യോ അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയാ പോരെ? അയ്യോ തീരെ സമയമില്ല. ഇറ്റ്സ് വെരി അർജന്റ്. ഒരു 15 lakhs ചെക്കിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സൈൻ ചെയ്യാൻ മറന്നേ. അല്ല അഞ്ജലിക്ക് വിഷമാവണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഒരു 20 lakhs ലോസ് വരുന്നുള്ളൂ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. അയ്യോ ഇല്ല സാരമില്ല, ജോലി തിരക്കാരനല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. താങ്ക് യു അഞ്ജലി, താങ്ക്സ് എ ലോട്ട്. അപ്പൊ നമ്മൾ നാളെ പാർട്ടിക്ക് കാണുന്നു, ഓക്കെ? പിന്നെ അച്ഛനെ നാളെ പാർട്ടി കൊണ്ടുവരണം കേട്ടോ. നന്നായി വീണുണ്ട് മുഖം അടിച്ചിട്ട്. അപ്പൊ ആള് ശരിക്കും റിലാക്സ് ചെയ്യട്ടെ, ഓക്കെ? ഡോണ്ട് മിസ്റ്റേക്ക് മീ, ഓക്കെ? ഡോണ്ട് ഫീൽ ബാഡ്, ഓക്കെ? എന്താണ് ഇന്നലെ നീ വെള്ളം അടിച്ചില്ലടാ? അടിച്ചാണല്ലോ. നമ്മള് രണ്ടുപേരും കൂടി എന്തൊരു പൈന്റ് അടിച്ചെടുത്ത് മോട്ടർ അടിച്ചില്ലെന്ന്. കുളിമുറിയിൽ വെള്ളമില്ല. അതാണെന്ന് പോകാണ്ട് അവിടെ ടാങ്കിലെല്ലാം കോരി കുളിക്കും. പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് ഇവിടെ തീർന്നു. മനുഷ്യന് ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കാന്നൊക്കെ പറഞ്ഞ ശീലമില്ലാത്ത കാര്യങ്ങളാ. തേരാപ്പാര നടന്ന് ഇവനെയൊക്കെ പിടിച്ച് ജോലിക്ക് വെച്ചിട്ട് പണി മുഴുവൻ എനിക്ക് 8 മണിയായിട്ടില്ല. 8ന്റെ പണി അന്ന് തുടങ്ങി. അയ്യോ സൂര്യമസ്കാരം ചെയ്തില്ല. അമ്മേ സൂര്യ നമസ്കാരമുണ്ട്. കാണുന്ന വെള്ളത്തിന് എന്താ തണുപ്പ്, പക്ഷെ ഒഴിക്കുമ്പോ ചൂടാ. സോളാറ് തട്ടിയാ പിന്നെ എല്ലാം ചൂടാ. പൂക്കാലം വന്നു പൂക്കാലം പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ഒരുക്കത്തിൽ എന്നുള്ളം കഴുകുതേ. എടാ എന്റെ വൈകിട്ട് അഞ്ജലിയുടെ പാർട്ടി ഉണ്ട് കേട്ടാ. അഞ്ജലി അഞ്ജലി ഹായ് ഫ്രണ്ട്സ്, ഐ തിങ്ക് ഐ ആം ഓൺ ടൈം. നമ്മൾ ലേറ്റ് ആയോ? അരി മരിച്ച എന്ത് പറ്റി? വൈ സോ ഡൾ? വാട്ട്സ് ദ മാറ്റർ? വെരി ഈസ് അഞ്ജലി? അത് നരൻ താമസിക്കുന്നത് വൈറ്റിലൊരു റൂഫ് ടോപ്പിലാണോ? വാട്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ? വൈ? വൈ? രാവിലെ അഞ്ജലി ബസ് വരുമ്പോ നരേൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടോ? കുളിക്കുന്നതോ? ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല ഞാൻ അങ്ങനെ കുളിക്കാറില്ല. അവള് കണ്ടു എന്നാണല്ലോ പറഞ്ഞത്. പിടിച്ച് സമ്മതിച്ചേക്ക്. ടുഡേ കണ്ടു. കാണണല്ലോ, കാണാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്തത്. ഇറ്റ് വാസ് an ice bucket challenge. കേട്ടിട്ടില്ലേ ടെറസ് ബക്കറ്റ് ചാലഞ്ച്? ഈ തെരുവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഈ പുനരധിവാസ. അവളെന്തോ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? എന്തിന്? അവക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഒരു കമ്പനിയിൽ നിന്ന് നേരത്തെ ഒരു ജോബ് ഓഫർ വന്നിരുന്നു. പോകുന്നില്ലെന്നാ പറഞ്ഞിരുന്നേ. പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇപ്പോ അഞ്ജലി എവിടെയുണ്ട്? അഞ്ജലി ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിങ്ങൾ പറയുന്നതിലും ചെയ്യുന്നതിലൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. അയ്യോ അഞ്ജലി അങ്ങനല്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. അതിന്റെ എന്താ ഞാൻ കേൾക്കണ്ടേ? ഐസ് ബക്കറ്റ് ചാലഞ്ച് അതല്ലേ പറയാൻ പോകുന്നത്? അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? എന്റെ കൂടെയുള്ള അഞ്ജലി കണ്ടിട്ടില്ലേ ആ ആൻഡപ്പൻ?
അവന്റെ അച്ഛനും അമ്മയും അവൻ ജനിക്കണതിന് മുമ്പ് മരിച്ചുപോയി. അല്ലല്ല, ഐ മീൻ അവൻ അനാഥനാണ്. ബട്ട് ഹി വാസ് എ മില്യണിയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവനൊന്നുമില്ലാത്തവനാണ്. ഫേറ്റ്. അഞ്ജലി, ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന അവന് ഞാൻ കൈവടിയണമെന്നാണോ അഞ്ജലി പറയുന്നത്? അഞ്ജലി കണ്ടില്ലേ, ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിങ്ങിന്റെ മുകളിൽ റൂമിലാണ് അവൻ താമസിക്കുന്നത്. ഞാൻ വെച്ച് നീട്ടിയ ഫ്ലാറ്റുകളും വില്ലകളൊന്നും വേണ്ടവന്, അഭിമാനിയാണവൻ. അഞ്ജലിയെ കണ്ടിട്ട് പോകുന്ന വഴിക്ക് മിനിസ്റ്ററുമായിട്ടുണ്ടായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കൂടി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. പിന്നെ അവനൊരു കോംപ്ലക്സ് ആവണ്ടാന്ന് കരുതി അവന്റെ ആ ചെറിയ റൂമിൽ ഞാനൊന്ന് സ്റ്റേ ചെയ്തു. അവന്റെ സന്തോഷത്തിന്. അത് തെറ്റാണോ അഞ്ജലി? മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്റെ പോസ്റ്റ് ഫ്ലൈറ്റിൽ പോയിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ടൈം ഈസ് മണി ഇൻ ബിസിനസ്, യു നോ. ആ കമ്പനിയുടെ MD എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഏത് കമ്പനി? കമ്പനി? ആ കമ്പനിക്ക് പേരില്ലേ? നോട്ടി, എന്നെ പരീക്ഷിക്കാനായിട്ട്. ഭയങ്കര പേരുള്ള കമ്പനി. ഏത്? എന്തൊരു കഷ്ടം നോക്കും. വീഡിയോ വർമ്മ ഡിസൈൻസ്. ആനന്ദ് വർമ്മയുടെ ദേവിക വർമ്മയുടെ കമ്പനിയോ? അവരാണോ നിങ്ങളുടെ പുറകെ നടക്കുന്നത്? യെസ്. ബിലീവ് മീ അഞ്ജലി, upon God. നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരുപാട് പെൺകുട്ടികൾ ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കും. ഞാൻ അത്ര കാര്യമല്ല. അഞ്ജലി, ഞാൻ കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു നരൻ. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി എന്റെ പിന്നാലെ വരരുത്. മൊത്തം കുഴപ്പമില്ലണ്ണ. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. എന്ത് പറഞ്ഞാൽ അപ്പൊ തുടങ്ങും നിന്റെ വൃത്തിയുടെ അണ്ണനാണ്. അണ്ണൻ എന്തിനാണ് ആവശ്യമുണ്ട് അഞ്ജലി ചേച്ചെടുത്ത് നോണ പറയാൻ പോയത്? ഉള്ള സത്യം കൂടെ പറഞ്ഞാൽ പോരായിരുന്ന? കൂട്ടുകാരിക്ക് തല്ലുള്ളതിരിക്കാൻ വേണ്ടി ജീവിതം പാഴാക്കിയ കുളിക്കാട്ടുകാരൻ അണ്ണനാണെന്നുള്ള നഗ്നസത്യം. കുളിക്കാട്ടുകാരനല്ലടാ, കളിക്കൂട്ടുകാരൻ. ഓ പിന്നെ ഇപ്പൊ ഗ്രാമർ പ്രശ്നത്തേക്ക് നോക്കാൻ പറ്റിയ സമയമുള്ള അണ്ണ ഇപ്പൊ പറയണ കേക്ക്. എടാ, ഞാൻ ആ പഴയ സത്യനാരായണനാണെന്ന് ആ പൊതുവാളം ഞാൻ അറിഞ്ഞാ പിന്നെ പറമ്പിലെന്നല്ല ആ പഞ്ചായത്ത് പോലും കരുതില്ല. അല്ല, അണ്ണൻ ആ പൊതുവാളിനാണ് കെട്ടാൻ പോണത്. ആർക്കടികൊള്ളാതിരിക്കാൻ വേണ്ടി അണ്ണൻ എന്നാ ശരി ഉത്തരവ് വെട്ടിക്കളഞ്ഞത് അഞ്ജലിക്ക് ആണല്ല. ഇനി ആർക്ക് വേണ്ടിട്ട് അണ്ണ പാതിരാത്രി സ്കൂളിൽ കയറിയത്? അഞ്ജലി ചേച്ചിക്ക്. അപ്പൊ ഈ ഫ്ലാഷ് ബാക്ക് മൊത്തം ഒന്ന് റീവെന്റ് കേൾപ്പിച്ച ഉറപ്പ് സെന്റിമെന്റ്സ് ഓർക്കോട്ടോ. അണ്ണ പറയണേക്ക് എത്രയും പെടുത്ത് പുറകെപ്പോ. ഇനി ബാംഗ്ലൂർക്കെങ്കിൽ ബാംഗ്ലൂർക്ക് ഇതിപ്പൊ തന്നെ വിട്ടോ. നരൻ, ഞാൻ വീണ്ടും പറയാ, ഒരു കാരണവശാലും അദ്ദേഹത്തോട് നോ പറയരുത്. അഞ്ജലി പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ആനന്ദ് വർമ്മയെ പോലെ ഒരാൾ ഇങ്ങോട്ട് തന്ന ഓഫറാണിത്. ഇന്നലെ തന്നെ വളരെ ഹാർഷായിട്ടാണ് നരൻ അദ്ദേഹത്തോട് പെരുമാറിയത്. അങ്ങനെന്താ എന്റെ ഇമോഷൻ? ഓക്കെ, ശരിയാണ്. ഞാൻ ഇന്നലെ ഇത്തിരി മോശമായിട്ടാണ് പെരുമാറിയത്. അത് അഞ്ജലിക്ക് വിഷമമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ പോയതാ ഇപ്പൊ കുഴപ്പമായത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയി ജോയിൻ ചെയ്യണം? ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുന്നത്. അത് അഞ്ജലി പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോവാണ്. ഇത് നീ പറഞ്ഞ പോലെ തയ്യാറാക്കിയ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെയും കൂട്ടുകാരൻ്റെയും ട്രാവൽ ഡോക്യുമെന്റ്സ്, കുറച്ച് പണം. ഇതൊക്കെ ഒറിജിനൽ അല്ലേ സാർ? സോറി, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. അഡിയോസ് ഹസ്ത ല വിസ്ത. തെറിയൊന്നുമല്ല സാർ. സ്പാനിഷിൽ ഞാൻ സി യു എന്ന് പറഞ്ഞാണ്. എനിക്ക് നിന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് അസ്ഥാനത്താക്കരുത്. സോറി സാർ, മറ്റത് പറഞ്ഞ ഞാൻ പോയെന്നെ. എന്ത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദുബായിൽ നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു. ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഐ എം സത്യനാരായൺ. ആ പോയതാണ് ദേവിക വർമ്മ. ആ താടി വർമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി തീരെ വരും. അണ്ണാ, ഇനി അതുകൂടെ നമുക്കടിച്ചു പറ്റാല്ലേ? സോറി ഞാൻ അണ്ണരെ പോലെ അല്ല, മനസ്സിൽ കള്ള നിൽക്കൂലേ. ഹെർബൽ മിഷാർ ഹിന്ദേ. അവരൊക്കെ എവിടെയെന്ന് അറിയില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ.
നിങ്ങൾക്ക് മലയാളം അറിയാമോ? അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? പക്ഷെ അറബി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കാം. എന്താ? അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാ. ഓ അല്ല, നിങ്ങൾക്ക് അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിൽ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. ബൈ ദ വേ, മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത്? സംസ്കൃതം അറിയില്ല? ഇല്ല. പുവർ മാൻ. മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയാണ്. ബാക്ക് നോക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്നാ ബ്രൂസ്ലിയാ. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ല് ചെല്ല്. How dare you give me such lame excuses? What were you doing all this while? എന്തേ? ആരെയോ മാഡം വഴക്ക് പറയാ. അയ്യോ, അത് വഴക്ക് പറഞ്ഞല്ല, മാഡം സ്നേഹത്തോടെ സംസാരിക്കുന്ന. Fix this now, Marina. You won't have a next time. Now get lost. Yes. Good morning, madam. What's the matter? I'm Satyanarayan. 1 second. Zip got jammed. 1 minute, if you don't mind. സോറി, പുതിയത് വാങ്ങിച്ചരാം. നാട്ടിൽ 2 രൂപയേ ഉള്ളൂ. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്, ബാൻഡിന്റെ സിബ് ആയി പോയി. Excuse me. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. No way. You are not going to join here. And I have not sent you an appointment letter. How could you say that, madam? This is an appointment letter duly signed by Mr. Anandwama. ഈ കമ്പനി ആനന്ദവർമ്മയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. That's none of my business. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാന്നുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദ് വർമ്മയുടെ കാര്യം ഇവിടെ തർക്ക വിഷയമല്ല. ആവശ്യത്തിലേറെ യോഗ്യതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ACS, LLM, LLB, MBA ഇതൊക്കെ ഞാൻ നേടിയ വിദേശ സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, മൊണ്ടക്കി യൂണിവേഴ്സിറ്റി, മിഷിഗൻ യൂണിവേഴ്സിറ്റി, എക്സെട്ര. പിന്നെ ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പീരീഡ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കോമ്പൻസേഷൻ ഡീറ്റെയിൽസ്. I am not responsible for what Anandvarma did. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. You may please take your leave right now. ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ച് പുറത്താക്കണോ ഇയാളെ? ഏയ്, പേടിച്ചിട്ടൊന്നല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. നിങ്ങളുടെ ഓഫീസിലിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കാനാ. Look at this. ഇത് കുമ്പളങ്ങി അമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. 6 മാസം മുമ്പ് ഈ സ്ഥാപനത്തിലെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പം സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. അതിനുശേഷം അങ്ങേരെ ഇവര് തലാക്ക് ചൊല്ലിയോ താടി പിടിപ്പിച്ചോ തല്ലിക്കൊന്നോ ഒന്നും എന്റെ വിഷയമല്ല. നിങ്ങൾക്കൊരു സത്യം അറിയൂ, ഇവരുടെ പഴയ കെട്ടിയോൻ വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോറ്റ പണി കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണിമൊക്കെ കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്റെ ജീവൻ പോയാലും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തുടങ്ങുന്നു. പ്രിന്റ് ചെയ്തിട്ടുണ്ടായില്ല. If I ever see a shadow in this office, I will kick the shit out of you, rascal. സോറി ട്ടോ പെങ്ങളെ, ബുള്ളറ്റിനാണേ. കിടന്നോളൂ, ഗുഡ് നൈറ്റ്. ഞാൻ ബുർജ് ഖലീഫയുടെ താഴെ എത്തിയ കരിമ്പന കാലുകൾ. കുണ്ടിക്ക് വെടി വെച്ച ദുബായിൽ കേസില്ല, ധൈര്യമായിട്ട് വെച്ചോ. അയ്യോ, ഇനി വെക്കണ്ട, ഈ പെട്ടമലക്ക് ഒന്നുമില്ലാത്തത് എന്റെ ഭാഗ്യം. മിസ്സിസ് ദേവിക വർമ്മ. Don't call me Devika Verma. Call me Devika. സോറി ദേവിക, ഞാൻ വന്നത് അയാൾ ലീഗലി മൂവ് ചെയ്താൽ നമ്മൾ കുരുക്കിലാവും. എന്ത് കുരുക്കും? ഒരു കുരുക്കൂല, പോയി ചാവട്ടെ മാഡം. മാഡം, അയാളെ അപ്പോയിന്റ് ചെയ്ത് വർമ്മ സാറാണ്. ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വന്നാൽ തീർച്ചയായും വർമ്മ സാറോ അയാളോടൊപ്പം നിൽക്കും. എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു തന്നെ കമ്പനിയിലെ കാലാകാലം തീറ്റി പോറ്റണമെന്നാണ് പ്രസാദ് പറയുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കുമാർ, ഒരിക്കലുമില്ല മാഡം. ഓഫർ ചെയ്തിട്ട് കൊടുക്കാതിരുന്നാലേ പ്രശ്നം ഉണ്ടാവും. ജോലി കൊടുത്തിട്ട് പറഞ്ഞുവിടാൻ നമുക്ക് അവരുടെ സമ്മതം വേണ്ടല്ലോ. അത് കറക്റ്റാ. എടുത്താ പൊങ്ങാത്ത ജോലി കൊടുത്ത് നാറ്റിച്ച് വിട്ടാ മതി. Hello Dubai! What's the color of life? They say black and white. Magic is gonna change the color of your life. Blue! Watch! And yellow! അണ്ണികൾ കൊള്ളട്ടാ. ടകടകെന്നോണ്ടല്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ മാറ്റണത്. ഈ ട്രിക്ക് ഒന്ന് പഠിപ്പിച്ചു ചോദിക്കായിരുന്നല്ലേ? എന്തിന്? അല്ല, ഒരു ഷഡ്ഡി പഠിച്ച പോലെ എല്ലാ ദിവസം പല കളറായിട്ട് മാറ്റി പറ്റിട്ടല്ല അല്ലേ? അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഒരു ഷർട്ട് തന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, കളറൊക്കെ തന്നെ മാറിക്കോളും. Magician Parker. മിസ്റ്റർ Oh, പോക്കർ nice. മേരാ തൊലി വെളുക്കൽ के लिए कोई मैजिक है मालूम? വെറുതെ തൂങ്ങളുടെ കന്നാലി ജീവിച്ചു പോട്ട ചെവി. അല്ല നിങ്ങൾ മലയാളിയാണോ? ബായുടെ ബിവറേജ് എവിടെ ഉള്ളത്? ഏയ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോക്കറേട്ടാ ഇക്കൊന്ന് അണ്ണൻ തുടിപ്പിച്ചേണ്ടേ? എന്തുട്ട് കാണിക്കണേ അതാ കൂടുതൽ വെച്ചേ. അണ്ണ നമ്മ വന്ന ദുബായ് തന്നെയാണല്ലേ വല്ല തൃശ്ശൂർ റൗണ്ടിലാ. പറഞ്ഞത് ശരി. വെള്ളപ്പണ്ടാറ്റെന്ന് തോന്നുന്നു. മേഡം സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ ജോയിൻ ചെയ്യേ. ബൈ ദ വേ, ഐ ആം പുഷ്പകുമാർ. യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. അല്ല പുഷ്പു, നിങ്ങൾ എങ്ങനെയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവരെ ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഇൻചാർജ് ചെയ്യുന്നു. ഒരു ദിവസം ക്രീം വെന്തോന്ന് ഈ അണ്ടാവിലേക്ക് തലയിട്ട് നോക്കും, തലകുത്തി വീണ് ക്രീം കുടിച്ച് മരിച്ചു. ആ സിമ്പതിയിൽ എനിക്കിവിടെ ജോലി കിട്ടിയേ. ആ പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് ആൻഡ് അടക്കമറേഷൻ. അടയ്ക്കാമടേഷനാ? അടയ്ക്കാമടേ? ആരുടെ കട? എന്താ അടക്കണ കാര്യം? അത് ഈ ഷാപ്പാടും ഭക്ഷണം കമ്പനി ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവല്ലേ?